കഥ സഖി ഭാഗം 20. ജോ! ആ നിമിഷം തന്നെ ഞെട്ടലോടെ ലക്ഷ്മി അമ്മയിൽ നിന്നും വിളി പുറത്തേക്ക് വന്നു. ജോയ്, നീ? കർത്താവായിട്ടാണ് ഇതെല്ലാം എന്നെ അറിയിച്ചത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ? ജോ, നീ വാക്കുകൾ കൂട്ടിപ്പെരുക്കിക്കൊണ്ടവർ അവനോട് ചോദിച്ചു. അതെ, എല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാം. അതും നിങ്ങളുടെ നാവിൽ നിന്നും. അല്പനിമിഷങ്ങൾക്ക് മുന്നേ താൻ കേട്ടതെല്ലാം അവൻ അവരോട് പറഞ്ഞു. ജോയുടെ ഓരോ വാക്കുകളും ഞെട്ടലോടെയാണ് അവർ കേട്ടുനിന്നത്. അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞതും രണ്ടുപേരുടെയും മുഖം ആകെ വിളറി വെളുത്തു. ജോ, ഞാൻ വേണ്ട, എനിക്കൊരു വിശദീകരണവും ഇനി കേൾക്കണ്ട. എല്ലാം ഈ വായിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞതാണ്. ശന്തനുവിൻ്റെ അച്ഛൻ എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും കാറ്റുപോലെ ഞാൻ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്താ കരുതിയത്? ഗായുവിന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? ഇതിനായിരുന്നു അല്ലേ നിങ്ങൾ സ്നേഹം നടിച്ചു ആ പാവത്തിനെ കാണാൻ വന്നത്, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്? ഈ കുടുംബത്തിനെ നശിച്ചും കൊണ്ടിരിക്കുന്ന ഐശ്വര്യവും പ്രതാപവും വീണ്ടെടുക്കാൻ എൻ്റെ ഗായുവിൻ്റെ ജീവിതം തന്നെ വേണമല്ലേ? അതിൻ്റെ ജീവിതം ഈ വീട്ടിൻ്റെ ഏതോ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടാൻ ഈ ജോ സമ്മതിക്കില്ല, അതിനനുവദിക്കില്ല. കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുമായി ദേഷ്യത്തോടെ അവനവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേഷ്യം കൊണ്ട് വിറകൊള്ളുന്ന വാക്കുകളുമായി തങ്ങളുടെ മുന്നിൽ നിന്നും സംസാരിക്കുന്നതിനെ കണ്ട് ഇരുവർക്കും പേടിയായി. ചിരിക്കുന്ന മുഖത്തോടെ എപ്പോഴും എന്തെങ്കിലും തമാശകൾ മാത്രം പറഞ്ഞു നടന്നു കണ്ടിട്ടുള്ള ജോയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് ശന്തനുവിൻ്റെ അമ്മ പേടിയോടെ ഭർത്താവിനരികിലേക്ക് ചേർന്നു നിന്നു. അവൻ്റെ അപ്പോഴത്തെ ഭാവമാറ്റം നാരായണനെയും തെല്ലൊന്നുമല്ല അതിശയിപ്പിച്ചത്. ഇങ്ങനെ ക്രോധത്തോടെ അവന് സംസാരിക്കാനാകുമോ എന്നായിരുന്നു അപ്പോഴത്തെ അയാളുടെ ചിന്ത. ആരോരും ഇല്ലാത്ത ഒരനാഥയല്ല ഞങ്ങളുടെ ഗായു. ഇടവും വലവും അവളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ ബലിഷ്ഠമായ 3 കൈകളുണ്ട്. ആ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് നിങ്ങൾക്കവളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടുത്തെ ദേവിയാക്കാനും പ്രതിഷ്ഠയാക്കാനും സാധിക്കില്ല. നിങ്ങളുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇപ്പോൾ ഇവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു താക്കീതോടെ ചിന്തയോടെ തന്നെ നോക്കി നിൽക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോ പറഞ്ഞു. ആ നേരം അത്രയും സമയം ജോയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകളിലും ഞെട്ടിത്തരിച്ചു ചിന്തയോടെ ഭർത്താവിനരികിൽ നിന്ന ലക്ഷ്മി നോക്കിക്കാണുകയായിരുന്നു അവനെ. സ്വന്തം പ്രാണനേക്കാൾ ഏറെ അവർ ഗായത്രിക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ മുഖത്ത് തെളിയുന്ന ഭാവത്തിൽ നിന്നും ആ വാക്കുകളിൽ നിന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ഇവരിൽ നിന്നും അവളെ അടർത്തി മാറ്റുകയെന്നതും അസാധ്യമായ കാര്യം തന്നെയാണ്. താൻ അറിഞ്ഞതും കണ്ടതുമാണ് ഗായത്രിയോട് അവർക്ക് മൂവർക്കുമുള്ള സ്നേഹവും കരുതലും. ആ അവരിൽ നിന്നും ദയനീയതയോടെ അരികിൽ നിന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ. ആ മുഖത്തും അതിശയം മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നിരുന്നത്. ജോയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ ആകുമോ എന്നുള്ള സംശയം. തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും തരാതെ നിൽക്കുന്നവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടവൻ തിരിഞ്ഞു ഉമ്മറപ്പടി ഇറങ്ങാൻ തുടങ്ങിയതും ജോ മോനെ, പിന്നിൽ നിന്നും ഇരുവരുടെയും വിളി ഉയർന്നു വന്നു. അവരിരുവരുടെയും വിളിക്ക് കാതോർക്കാതെ മുന്നിലുള്ള പടികൾ നടങ്ങിയവൻ്റെ വഴി തടസ്സമാക്കിക്കൊണ്ട് ലക്ഷ്മിയും നാരായണനും അവന് മുന്നിൽ ചെന്നു നിന്നു. ജോ, നില്ല്, ഞാൻ ഒന്ന് പറയട്ടെ. അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞതും. എന്താ നിങ്ങൾക്കിനി പറയാനുള്ളത്? ഞങ്ങളുടെ ഗായുവിൻ്റെ ജീവിതം ഇവിടെ ഹോമിക്കാനായി ഇട്ടു തരണമെന്നോ? അതോ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം വല്ലതും നിങ്ങൾക്കുണ്ടോ? തൻ്റെ മേലുള്ള അയാളുടെ കൈകൾ ദേഷ്യത്തോടെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്തുദ്ദേശം? എന്ത് ദുരുദ്ദേശം? കണ്ണുകൾ കൂർപ്പിച്ച് ദേഷ്യത്തോടെയും സംശയത്തോടെയും അയാൾ അവനോട് ചോദിച്ചു. അവളുടെ അമ്മ ചെയ്തുപോയ തെറ്റിൻ്റെ പേരിൽ അവളുടെ ജീവിതം വെച്ചു മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ആർക്കറിയാം? പുച്ഛത്തോടെ അയാളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. ജോ, നീ ആദ്യം ഞങ്ങൾ പറയുന്നതെന്ന് സമാധാനമായി കേൾക്കാൻ ശ്രമിക്കൂ, എന്നിട്ടാവാം നിന്റെ ചോദ്യം ചെയ്യലുകൾ. ഇനി എന്ത് വിശദീകരണമാണ് ചന്തുവിൻ്റെ അച്ഛന് പറയാനുള്ളത്? എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഞാൻ അറിഞ്ഞതല്ലേ. ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല. കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി അമ്മാവൻ ഇനി മെനക്കെടണമെന്നില്ല. ഇറങ്ങാം. ഇപ്പോൾ തന്നെ ഗായുവിനെയും കൂട്ടിക്കൊണ്ട് പടിയിറങ്ങുകയാണ്. ഒരാൾക്കും വിട്ടുതരില്ല അവളെ. ഞങ്ങളുടെ ഗായുവിൻ്റെ ജീവിതം വെച്ച് നിങ്ങൾ പടുത്തുയർത്തിയ സ്വപ്നങ്ങളെല്ലാം
ഇവിടെ ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല, മറിച്ച് ഞങ്ങളിൽ നിന്നും അവളെ തട്ടിയെടുത്ത് ഇവിടെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും. വലം കൈയിലെ ചൂണ്ടുവിരൽ അയാളുടെ നേർക്കുയർത്തി താക്കീതോടെ പറഞ്ഞുകൊണ്ടവൻ അവരെ മറികടന്നു മുന്നോട്ട് നടന്നു ഗായുവിനരികിലേക്ക്. നാരായണേട്ടാ! ജോയുടെ ഓരോ വാക്കിലും തെളിഞ്ഞു നിന്ന ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് ഗായുവിനരികിലേക്ക് നടന്നു പോകുന്ന ജോയെ തടുത്തു നിർത്താനാകാതെ നിന്ന നിൽപ്പിൽ തറഞ്ഞു നിന്നുപോയ ഭർത്താവിനെ കണ്ട് ഉള്ളിൽ നിന്നും തികട്ടി വന്ന വിതുമ്പൽ അടക്കി പിടിച്ചുകൊണ്ട് ലക്ഷ്മി അയാളെ വിളിച്ചു. ഭാര്യയുടെ വിളിയിൽ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവരെ നോക്കുമ്പോഴേക്കും ജോ ഗായുവിനരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗായു! ദേഷ്യം കൊണ്ട് വിറകൊള്ളുമാർ ഉച്ചത്തിൽ ജോ വിളിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഉച്ചത്തിലുള്ള വിളി കേട്ടതും ഞെട്ടലോടെ ഇരുവരും തിരിഞ്ഞൊന്നു നോക്കി. മുന്നിലുള്ള കാഴ്ച കണ്ട് ഗായു സംശയത്തോടെ ജോയെ നോക്കിക്കൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റതും കാറ്റുപോലെയവൻ അവൾക്കരികിലേക്ക് പാഞ്ഞു വന്നു അവളുടെ ഇടം കൈയിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, വാ എൻ്റെ കൂടെ. ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട. ഇറങ്ങാം, എത്രയും പെട്ടെന്ന്. എന്നാൽ എത്രയും പെട്ടെന്ന്, അത്രയും പെട്ടെന്ന്. ജോ! സംശയത്തോടെ ഒന്നും മനസ്സിലാകാതെ തൻ്റെ കയ്യിൽ പിടുത്തമിട്ടവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു. പറഞ്ഞത് കേട്ടില്ലടി പുല്ലേ, വരാം എൻ്റെ കൂടെ. പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും എന്താ ഇപ്പോൾ അവിടെ നടന്നതെന്നറിയാതെ ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു നിന്നുപോയ ഉണ്ണി പെട്ടെന്ന് അവർക്കരികിലേക്ക് ഓടിച്ചെന്നും കൊണ്ട്, ഡാ വിടടാ എൻ്റെ സീതക്കുട്ടിയുടെ കയ്യിൽ നിന്നും പറഞ്ഞുകൊണ്ടവൻ ഗായുവിൻ്റെ കയ്യിൽ പിടുത്തമിടാൻ പോയതും, തൊട്ടുപോകരുത് അവളെ. ഉണ്ണി മുന്നിൽ നിന്നും മാറി നിൽക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ ജോ ആരെന്ന് നീ അറിയും. ഒരു കൈ ഗായുവിൻ്റെ കൈകൾ പിടിമുറുക്കി മറുകൈയിൽ ചൂണ്ടുവിരൽ ഉണ്ണിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് താക്കീതോടെ ദേഷ്യത്തിൽ ജോ പറഞ്ഞു. ജോ! ഉണ്ണിക്ക് നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ജോയെ കണ്ട് ശാസനയോടെ ഗായു വിളിച്ചു. മിണ്ടരുത്, പറഞ്ഞതനുസരിച്ചാൽ മതി, വാ എൻ്റെ കൂടെ. ഗായുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞവൻ. അന്നേരത്തെ ജോയുടെ ഭാവമാറ്റത്തിൽ കാര്യമെന്നറിയാതെ പകച്ചുപോയ ഗായു അവനെ നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു നോക്കിയതും കണ്ടു പേടിയോടെ അവർക്കരികിലേക്ക് ഓടിവരുന്ന അമ്മാവനെയും അമ്മാഴിയെയും. അമ്മായി! അരികിലേക്ക് ഓടിവരുന്ന അമ്മായിയെ കണ്ട് കാര്യമെന്തറിയാനായി അവൾ വിളിച്ചു. പക്ഷേ അവരിരുവരും അവർക്കരികിലേക്ക് ഓടിയെത്തുന്നതിന് മുന്നേ ജോ ഗായുവിനെയും പിടിച്ചുകൊണ്ട് ധൃതിയിൽ അകത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ഗായു ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിലും അവളെ ദേഷ്യത്തോടെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും അവൻ നൽകിയില്ല. ജോ ഗായുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട ഉണ്ണി അമ്മക്കരികിലേക്ക് ഓടിച്ചെന്നു. എൻ്റെ സീതക്കുട്ടി വിടാൻ പറ. അമ്മയോട് പരിഭവം പറഞ്ഞെങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മനസ്സിലായതും എൻ്റെ സീതക്കുട്ടിയെ വിടറ എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവർക്ക് പിന്നാലെ ഓടിച്ചെന്നു. പക്ഷേ അവനടുത്തേക്ക് ഓടിയെത്തുന്നതിന് മുന്നേ ജോ ഗായുവിനെയും കൊണ്ട് മുറിക്കകത്തേക്ക് കയറി വാതിലുകൾ കൊട്ടിയടച്ചു. അത് കണ്ടുവന്ന ഉണ്ണി പുറത്തുനിന്നും സീതക്കുട്ടി എൻ്റെ സീതക്കുട്ടിയെ വിടാൻ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ സീതക്കുട്ടിയെ തുറന്നു വിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിലിൽ ശക്തിയായി കൊട്ടി വിളിച്ചെങ്കിലും അവന് മുന്നിൽ ആ കതക് തുറന്നില്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം.